ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. താങ്കൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ യുവമോർച്ച പ്രസിഡന്റാണ്, താങ്കളുടെ തന്നെ ഒരു അനുയായി വരുന്ന ഒരാളാണ് മേയറായി വരുന്നത്. അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അതും ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ്ജി എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഒന്നുമില്ല. അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല BJP. എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രശാന്ത്. ഇനി ദിവസം എത്രയും മുമ്പിൽ ഇരിക്കുന്നു. ശരി, താങ്ക് യു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് മേയർ ആകുന്ന ആ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. യുവമോർച്ചയിൽ ഉൾപ്പെടെ പണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹം പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജമാണിത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക കൂടിയായിരുന്നു കെ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.